നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കേരളത്തിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും, ഒരുപാട് വിസ്മയങ്ങൾ സംഭവിക്കും, ഞങ്ങൾക്ക് അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് വിസ്മയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വിസ്മയം നമുക്കറിയാം. ഒന്ന്, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ്, പിന്നെ തളിപ്പറമ്പിൽ നമ്മുടെ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, ഇങ്ങനെ പറയുന്ന, പിന്നെ മലമ്പുഴയിൽ സുരേഷ്. ഇത്രയും പേരാണ്, 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ തൽക്കാലം ഒരു വലിയ വിസ്മയമായി തന്നെയാണ് വി ഡി സതീശനും സംഘവും കാണുന്നത്. അത് നമുക്ക് അറിയാം. എന്നാൽ ഇതിൽ നമ്മൾ തിരിഞ്ഞു നോക്കുക, ഈ വിസ്മയങ്ങൾ കാരണം കോൺഗ്രസിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച്. കോൺഗ്രസിൽ നിന്ന് BJP പോയവരുടെ എണ്ണം നമുക്ക് ദേശീയ തലത്തിൽ കൂടുതലുണ്ട്. കേരളത്തിൽ പി പത്മജയുണ്ട്, അനിൽ ആൻ്റണിയുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ തൊടിയൂർ രാമചന്ദ്രനുണ്ട് എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സിലെ ഒരുമാതിരിപ്പെട്ട പ്രധാന ഈ താരങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, ബാബു ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നഗരസഭാ ചെയർമാനായിട്ടിരുന്ന ഒരു വ്യക്തി. ഇവരെല്ലാം BJPക്ക് കോൺഗ്രസ് പാർട്ടി സംഭാവന ചെയ്ത നേതാക്കന്മാരാണ്. അവർക്ക് പലർക്കും സ്ഥാനാർത്ഥിത്വം വരെ നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കി, ബാബു ദിവാകരൻ ഇവിടെ കുന്നത്തുനാട്ടിൽ മറ്റോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ പല നേതാക്കന്മാരും സ്ഥാനാർത്ഥികളായി മത്സര രംഗത്ത് ഇപ്പോഴുമുണ്ട്, കോൺഗ്രസ് കൺവെർട്ടഡ് BJPക്കാർ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇനി ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ശരിക്കും കോൺഗ്രസിൻ്റെ നഷ്ടം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ പിന്തുണയ്ക്കാൻ UDF തീരുമാനിച്ച സാഹചര്യത്തിൽ അവിടെയും ഇല്ലേ ചലനങ്ങൾ, അവിടെയും ഒരു സീറ്റ് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരുണ്ടെന്നേ. ആ നേതാക്കന്മാരെ തഴഞ്ഞുകൊണ്ട് അവിടുത്തെ നേതൃത്വത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ വാക്കിന് പോലും വില കൊടുക്കാതെ ജി സുധാകരൻ എന്ന് പറയുന്ന എവിടെ നിന്നോ വലിഞ്ഞുകയറി വന്ന ഒരാളെ പിന്തുണയ്ക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമ്പോൾ അവിടെ ഷാനു ഭൂട്ടോ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ്, സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ്. കുട്ടനാട് എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസ് തിരികെ എടുക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സജി ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ് രാജിവെച്ചു. അദ്ദേഹം സ്വതന്ത്രനായി കുട്ടനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, അമ്പലപ്പുഴ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ അമ്പലപ്പുഴയിൽ ഷാനു ഭൂട്ടോയും അതോടൊപ്പം തന്നെ കുട്ടനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏകദേശം സജി ജോസഫും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. അതും കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറിയ സ്വതന്ത്രന്മാരായി. ഇവർക്ക് 2 പേർക്കെതിരെയും കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന സജി ജോസഫ് നേരത്തെ രാജിവെക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് എന്ന് നമുക്കറിയാം. ഇനിയും ആ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കാലെടുത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയ്ക്കായിട്ട് അവിടെ ജനകീയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴുണ്ടായ ചെറിയ മാറ്റമാണ് കോൺഗ്രസിനുണ്ടായത്. ഇതാണ് സംഭവം. ഇനി നമ്മൾ നോക്കിക്കോളൂ, തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലം, അവിടെ ആരാണ്? ടി കെ ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ നിലവിൽ അവിടെ UDF പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാൾ. ഇവിടെ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ എന്താണ്? ഗോവിന്ദൻ മാസ്റ്റർ അവിടെ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് മാറാനുള്ള കാരണം, അവിടെ MB ഗോവിന്ദൻ മാസ്റ്റർ മാറിക്കഴിയുമ്പോൾ അതിന് പകരക്കാരിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളെല്ലാവരും ചിരിച്ചു പോകുന്നത്. ടി കെ ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ടാണ് തൃക്കാക്കര മണ്ഡലം മറന്നുപോയതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് പുതുപ്പള്ളി മണ്ഡലത്തെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ കാണാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ സോണിയാഗാന്ധി ഇവിടേക്ക് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ UPAയുടെ അധ്യക്ഷയായി മാറിയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. BK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഭാര്യ എങ്ങനെയാണ് കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ചിന്തിക്കാത്തത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ബാക്കി പിന്നെ KK രമയൊക്കെ പോയത് പൊക്കോട്ടെ. ഇവിടെ നമ്മൾ ഇവരൊക്കെ എന്തുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അരുവിക്കരയിൽ എങ്ങനെയാണ് ആദ്യമായി നമ്മുടെ ശബരിനാഥൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്? പിറവത്ത് എങ്ങനെയാണ് TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് മത്സരരംഗത്തേക്ക് വരുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടെന്നേ നമ്മുടെ മുന്നിൽ. ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ്, ഈ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽ പെടാഞ്ഞത്? ഒരുപക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അഹോരാത്രം സംസാരിച്ചിട്ടുള്ള വ്യക്തി കൂടിയായിരിക്കുമല്ലോ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് നമുക്ക് ഒരുമാതിരിപ്പെട്ട സഖാക്കന്മാർക്കെല്ലാം അറിയാവുന്നത്. അപ്പോൾ ഇവിടെ തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഇറങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ചിന്തിക്കണമായിരുന്നു. ഇവർക്കൊക്കെ എന്തായിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലം? ഉമാ തോമസിൻ്റെ പേര് ഒരിക്കൽ പോലും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്ന് കേട്ടിട്ടേയില്ല. പലപ്പോഴും ചാണ്ടിയുമ്മൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ബാക്കി ഉമാ തോമസിൻ്റെ പേര് എന്തുകൊണ്ട് കേട്ടില്ല? ഈ പറയുന്ന നമ്മുടെ BK ശ്രീകണ്ഠൻ്റെ ഭാര്യയുടെ പേര് എവിടെയാണ് നമ്മൾ ഉയർന്ന് കേട്ടിട്ടുള്ളത്? പക്ഷേ അതിനൊക്കെ മുൻപ് തന്നെ
ശ്യാമള ടീച്ചറുടെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. ആ ടീച്ചറായിരുന്നു ഏകദേശം 10-40 വർഷത്തെ ഒരു പാർട്ടി പരിചയമുണ്ട്, പാർട്ടി പ്രവർത്തിച്ചുള്ള ശീലമുണ്ട്. അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. തന്നെയല്ല, ഈ ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയും മരുമകളും ഒക്കെ ഓരോ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ. അതൊക്കെ എന്താ ഗോവിന്ദൻ മാസ്റ്റർ മറന്നു പോകുന്നതെന്നാണ് നമുക്ക് പിടികിട്ടാത്തത്. ഇതൊക്കെ മറന്നുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് 2 പേരാണ് അവിടെ തളിപ്പറമ്പിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അതായത് സ്വതന്ത്രന്മാരെന്നുള്ള പേരിൽ കൊയ്യം ജനാർദ്ദനും വിജിൽ മോഹനും അവിടെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ, അതായത് പുറത്തു നിന്ന് വരുന്നവർക്ക് സീറ്റ് കൊടുക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട്. നമുക്ക് കൊട്ടാരക്കരയിലേക്ക് പോയി നോക്കാം. CPM നിന്ന് പ്രായാധിക്യത്തെ തുടർന്ന്, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിന്ന ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ്സുകാരിയായി മാറുന്നു. ആ കോൺഗ്രസ്സുകാരിയായി മാറിയ ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവിനെ പെട്ടെന്ന് കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. രശ്മി എന്ന് പറയുന്ന മറ്റൊരു നേതാവ് നേരെ ചാടി BJPയിലേക്ക് പോകുന്നു. അവിടെ രശ്മി എന്ന് പറയുന്ന നേതാവായിരുന്നു ഇതിനു മുൻപ് അവിടെ KN ബാലഗോപാലിന് എതിരായി മത്സരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. എവിടെ പോയി? അവർ BJPക്ക് മുതൽക്കൂട്ടായി പോയി. അപ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കൊയ്യം ജനാർദ്ദനും വിജിൽ മോഹനും അവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ അവിടെ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകളൊക്കെ എവിടേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പയ്യന്നൂരിലേക്ക് പോയാലോ? പയ്യന്നൂരിൽ വിമത നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കച്ചേരി രമേശൻ എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ ഇറങ്ങാൻ പോവുകയാണ് പയ്യന്നൂരിൽ. എന്താ കാരണം? സഖാവ് കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു TI മധുസൂദനെതിരായിട്ട്. അങ്ങനെ TI മധുസൂദനെതിരായിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് മത്സരിക്കാൻ ഇറങ്ങുന്ന സാഹചര്യം നമുക്കിവിടെയുണ്ട്. ആ സാഹചര്യത്തിൽ അതിനെതിരായി ആയിട്ടാണ് കച്ചേരി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിൻ്റെ. അവിടെയും എന്താണ് ഈ പ്രശ്നം? എന്താണ് ഈ രീതിയിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് അവിടെ അഭയം കൊടുത്തിരിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്ന UDFൻ്റെ നയത്തിനെതിരായിട്ടാണ് അവർ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്തത് എവിടെയാണ്? പാലക്കാട്. ആ പാലക്കാട് ഇപ്പം എവിടെ നിന്നോ കെട്ടിയിറക്കിക്കൊണ്ട് വന്ന പിഷാരടി എന്ന് പറയുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ, അല്ലെങ്കിൽ ഒരു നേതാവിനെന്നല്ല, ഒരു സിനിമാ താരത്തിന് പാലക്കാട് മണ്ഡലത്തിൽ അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തതിൻ്റെ പേരിൽ അവിടെ ഷാഫി പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നോമിനേഷൻ കൊടുക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ പിന്നീട് എന്താണ്? ഏറ്റുമാനൂർ ജോസഫ് വാഴക്കൻ. ഇതുവരെ ജോസഫ് വാഴക്കൻ 1 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അടിച്ചു വെച്ച് കഴിഞ്ഞു. നിരവധിയായ ഫ്ലെക്സ് ബോർഡുകളും തയ്യാറാക്കി വെച്ചു. ഇതെല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് ഉറപ്പിച്ച സിറ്റിംഗ് MLA മാർ മത്സരിക്കണം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. അങ്ങനെ ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി നാട്ടകം സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഏറ്റുമാനൂരിലേക്ക് കോൺഗ്രസ് നോമിനേറ്റ് ചെയ്യുന്നു. ആ നാട്ടക സുരേഷ് അവിടേക്ക് മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വരും എന്ന് ഉറപ്പാക്കിയിരുന്ന ജോസഫ് വാഴക്കൻ ഇത്രയും കാലമായി അടിച്ചു വെച്ചിരുന്ന ഏകദേശം 1 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, 2500-ൽ 25,000-ന് മേളിൽ വരുന്ന ഫ്ലെക്സുകൾ, ഇതൊക്കെ ഇനി എവിടെ കൊണ്ട് കത്തിച്ചു കളയും എന്നുള്ള ഒരു തോന്നലിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ ജോസഫ് വാഴക്കൻ. എന്നാൽ അടിച്ചു വെച്ച പോസ്റ്റർ വെറുതെ ആക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ജോസഫ് വാഴക്കനും അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ചിലരുടെ നോമിനികളായിട്ടാണ് ഈ പറയുന്ന നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഏറ്റുമാനൂരിലും ആ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. ഇനി പെരുമ്പാവൂരിലേക്ക് നോക്കൂ. പെരുമ്പാവൂരിലേക്ക് പോകുമ്പോൾ അവിടെ എൽദോസ് കുന്നപ്പള്ളി, എൽദോസ് മത്സരിക്കാൻ യോഗ്യനൊന്നും അല്ലെന്നേ. സ്ഥാനാർത്ഥി അവിടെ ഇത് കിട്ടി, അല്ലെങ്കിൽ അവിടെ അവിടെ നിന്നാൽ ജയിക്കും, 15,000-10,000 വോട്ടുകൾക്ക് ഇയാൾ ജയിക്കുമെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടെ സത്യത്തിൽ മത്സരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. കവിത എഴുതും, വളയ്ക്കും, അതോടൊപ്പം തന്നെ ആ വളയുന്ന പെണ്ണുങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോകും, അതിനുശേഷം അവർ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ഈ പറയുന്ന ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കിടയിലുള്ള ഒരു പൊതുവായ ചില കാര്യമാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും വിൻസെൻ്റ് ആണെങ്കിലും ഇതുവരെ പഴി കേട്ടുകൊണ്ടിരുന്ന നമുക്കറിയാം, ഒറ്റപ്പാലത്ത് ഇതുവരെ നമ്മൾ പഴി കേട്ടുകൊണ്ടിരുന്ന ഒരാളാണല്ലോ PK ശശി. CPM വരെ പഴി കേട്ടുകൊണ്ടിരുന്ന ആ ഒറ്റ പേരിലായിരുന്നു തീവ്രത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ തീവ്രത അളക്കാനുള്ള മെഷീൻ സഹിതം കോൺഗ്രസ്സുകാരങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തീവ്രത നോക്കാം PK ശശിയുടെ, അതുകൊണ്ട് കുഴപ്പമില്ല ഒറ്റപ്പാലത്ത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാൻ യോഗ്യനൊന്നുമില്ല, അത് പോട്ടെ. പിന്നീട് പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് പാറശാലയിൽ AT ജോർജ് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതേ മുൻ MLA കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം
ഈ പറയുന്ന വിമതന്മാരുടെ ഒരു കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതിനിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന NS നുസൂർ പാർട്ടി വിടുന്നു, രാജിവെക്കുന്നു. ഈ നുസൂർ രാജിവെച്ച് വെറുതെ പോവല്ല ചെയ്യുന്നത്, വെറുതെ പടിയിറങ്ങി പോവല്ല. നുസൂർ മാധ്യമ സമ്മേളനം വിളിച്ചിട്ട് ധൈര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. SDPIയുടെ നോമിനിയെ അവിടെ നിയമിക്കുന്നു. അതായത് SDPI ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ട് എവിടെയാണ് വാമനപുരം മണ്ഡലത്തിൽ, വാമനപുരം DK മുരളിയുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ SDPIയുടെ നിർദ്ദേശപ്രകാരം ഷാഫി പറമ്പിൽ ഒരു നോമിനിയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന നേതാവിനെ. അങ്ങനെ സുധീർ ഷാ പാലോടിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ നിലവിൽ സീനിയറായിട്ടിരിക്കുന്ന ഒരു നേതാവാണ് പാലോട് രവി. ആ പാലോട് രവിക്കും പിന്നെ വേണ്ടത്ര ബോധമൊന്നും ഇല്ലാത്തൊരു നേതാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനഗണമന പോലും നേരെ ചൊല്ലാൻ അറിയാൻ വയ്യാത്ത ഒരു നേതാവ്. ശരി, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ആ പാലോട് രവിയെ അവിടെ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായ സുധീർ ഷാ പാലോടിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമം, ഇതിൽ മനം നൊന്നിട്ടാണ് ഒരു നുസൂർ പാർട്ടി വിട്ടു പോകുന്നത്, കോൺഗ്രസ് വിട്ടു പോകുന്നത്. ഇതൊക്കെയാണ് കോൺഗ്രസിനകത്ത് കിടക്കുന്ന ഭയങ്കര ഭീകരമായ വിസ്മയങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ നമുക്കറിയാവുന്ന പോലെ ചെറുപ്പക്കാരായിട്ടുള്ളവർ എപ്പോഴും ഒരുപക്ഷെ ഒരു ഇടത് സ്വഭാവത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള പലർക്കും. എന്നാൽ ഒരു ഏജ് ഓവറായി നിൽക്കാൻ സാധ്യതയുള്ള കുറച്ച് നേതാക്കന്മാരുണ്ട്. അതായത് ഈ പാർട്ടി വിട്ട് ഇപ്പോൾ സ്വതന്ത്രന്മാരായി മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജോസഫ് വാഴക്കൻ അടക്കമുള്ളവർ, അവർക്കൊക്കെ എപ്പോഴും സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരിടമായി അവരിപ്പോൾ ജോസഫ് വാഴക്കനൊക്കെ മിക്കവാറും ഒരു കൃസംഖ്യയായി മാറാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനാണ് താല്പര്യപ്പെടുന്നത്. തന്നെയുമല്ല ഇവർക്കിടയിൽ ഒരു പാലം എപ്പോഴും ഉണ്ട്. ഈ പറയുന്ന നുസൂർ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നേമം എന്ന് പറയുന്ന മണ്ഡലം, നേമത്ത് ജയിപ്പിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കണം. BJP കോൺഗ്രസ് ഡീൽ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 2 മണ്ഡലങ്ങൾ അവർ കോൺഗ്രസ്സുകാരെ വിജയിപ്പിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു ഡീല് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഇവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചില കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ BJPയും കോൺഗ്രസും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന വിമതന്മാരെല്ലാം അവിടേക്ക് പോയി ചേക്കേറുന്ന ഒരു പാലം പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. നാളെ ഒരു ഘട്ടത്തിൽ ഇന്ന് UDFന് കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നാളെ ഒരു ഘട്ടത്തിൽ NDAയുടെ ഒരു ഭാഗമായി തീരുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ട തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും BJPയിലേക്കുള്ള ചേക്കേറ്റവും എന്ന് നമ്മൾ കാണേണ്ടി വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.